ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ കമ്പ്യൂട്ടർ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ കോൺഫിഗറേഷൻസ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളൊരു കമാൻഡാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, വിൻഡോസിനകത്ത് സിസ്റ്റം ടൂൾസ് ഉണ്ട്, അതിൽ വിൻഡോസ് 6 പ്രസ് ചെയ്യുക. അതുപോലെ MS-Info32 എന്ന് പറയുന്നൊരു കമാൻഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. MS-Info32 ഈ MS-Info32 എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻസ് വിസിബിൾ ആയിരിക്കും. ഈ MS-Info32 എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു സ്ക്രീന് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിനകത്ത് ഇതിൽ സിസ്റ്റം മോഡലുണ്ട്, സിസ്റ്റം മോഡൽ, അതുപോലെ പ്രൊസസ്സർ വരുന്നുണ്ട്. പ്രൊസസ്സർ നമുക്കിവിടെ വരുന്നത് AMD Athlon X2 എന്ന് പറയുന്നൊരു പ്രൊസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വേറെ എന്താണ്, ഇതിൽ മെമ്മറി വരുന്നുണ്ട്. ഇൻസ്റ്റാൾഡ് മെമ്മറി എന്ന് പറയുന്നത് 2 GB മെമ്മറിയാണ് നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത്. 2 GB മെമ്മറിയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരു മിനിമം കോൺഫിഗറേഷൻ സിസ്റ്റമാണ് ഇപ്പോൾ ഈ സിസ്റ്റം. ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻസ് കാണുന്നുള്ള കമാൻഡാണ് ഞാൻ പറഞ്ഞത്. അത് ജസ്റ്റ് സിസ്റ്റത്തിന് സ്റ്റാർട്ട് മെനുവിൽ പോയിട്ട് വിൻഡോസ് 6 റൺ സർവീസ് അവൈലബിൾ ആയിരിക്കും. അതിനകത്ത് MS-Info32 എന്നുള്ള കമാൻഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഡീറ്റെയിൽസ് ആയ ഒരു സ്ക്രീൻ അവൈലബിൾ ആയിരിക്കും. ഈ വിൻഡോയിൽ നമുക്ക് OSൻ്റെ ഡീറ്റെയിൽ അറിയാൻ പറ്റും. OS നെയിം വിൻഡോസ് 7 അൾട്ടിമേറ്റ് എന്ന് പറയുന്ന വിൻഡോസാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ പ്രൊസസ്സർ AMD Athlon, അതുപോലെ ഇൻസ്റ്റാൾഡ് മെമ്മറി 2 GB. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബേസിക്കലി നമുക്കൊരു സിസ്റ്റം കോൺഫിഗറേഷൻ നോക്കി മനസ്സിലാക്കാനാവും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. ഓക്കെ, താങ്ക് യു.